MT വാസുദേവൻ നായർ. എന്താണ് ഓർമ്മകൾ? ആരാണ് മമ്മൂക്കയ്ക്ക്? ആരാണെന്നോ എന്താണെന്നോ ഒന്നും അങ്ങനെ വിശദീകരിക്കാനാവാത്തൊരു ഒരു ആത്മബന്ധം എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിനോട്. ഈ പറഞ്ഞ പോലെ വളരെ കാലം മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ MTയുടെ കഥാപാത്രങ്ങളായിട്ട് പ്രായം കുറഞ്ഞ കാലത്തും ആ പ്രായമുള്ള കഥാപാത്രങ്ങളായിട്ട് മനസ്സിൽ സങ്കല്പിക്കുകയും സ്വയം സങ്കല്പിക്കുകയും ആ സംഭാഷണ ശകലങ്ങൾ സ്വയം ഉരുവിടുകയും ഒക്കെ ചെയ്ത് ശീലിച്ചിട്ടുള്ള ആളാണ്. എന്തോ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ എന്താണ് പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുഹമ്മദ് കുട്ടി. അങ്ങനെ പോയി. അങ്ങനെ അദ്ദേഹത്തെ ആദ്യത്തെ ഒരു കാഴ്ച എന്നെ അദ്ദേഹം ഒന്ന് രജിസ്റ്റർ ചെയ്യും, ഞാൻ അദ്ദേഹത്തെ ഒന്ന് ശരിക്കും നോക്കിക്കാണുകയും ചെയ്തു. പിന്നീടാണ് ഞാൻ 60 ഫിലിംസിൻ്റെ ഈ ദേവലോകം സിനിമ വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന S രമേശൻ, എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരാൾ, അന്ന് ഈ സംഘാടകനിലൂടെ ഒരാളാണ്. അപ്പോൾ എൻ്റെ സിനിമ ഭ്രമം പുള്ളിക്കറിയാം. അങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു അദ്ദേഹത്തിനോട്. അങ്ങനെയാണ് ദേവലോകത്തിലേക്ക് വിളിക്കുന്നത്. അന്നിപ്പോൾ ബഹുമാനിക്കണം, മുതിർന്നവരെ മുമ്പിൽ വീട് വലിക്കാൻ പാടില്ല എന്നൊന്നും അത്ര കാര്യമായിട്ട് ഉള്ള എടുത്തിട്ടില്ല എന്നല്ല, അന്നത്തെ പറഞ്ഞ ഒരു നിഷേധീത്തരം ഉണ്ടല്ലോ. അതൊന്നും പുള്ളി ഗവനിക്കാതെ എൻ്റെ പോക്കറ്റിൽ നിന്ന് വീടിയെടുത്ത് വലിക്കും. അങ്ങനെ ഒരു സൗഹൃദം വീണ്ടും ഇതുപോലെ ഇരിക്കുകയും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു അടുപ്പം കാണിക്കുകയും അദ്ദേഹത്തിനോട് കൂടി ഇരിക്കുകയും ഒരു സമപ്രായക്കാരന്റെ ലെവലിലേക്ക് ഞാനാണെങ്കിൽ പലപ്പോഴും പ്രതിരോധത്തിന്റെ എപ്പോഴും ഇങ്ങനെ മറയുള്ളതാണ്. പക്ഷെ ഞാൻ അതിനെ അതിക്രമിച്ച അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വേലി പിടിച്ച അകത്ത് കടി ആ വേലിയിലകത്താണ് ഞാനിപ്പോഴും. അതിനകത്തുനിന്ന് എന്നെ പുള്ളി ഇതുവരെ അടിച്ച് പുറത്താക്കിയിട്ട് ഇന്നും MT വാസുദേവൻ നായരുടെ മനസ്സിൽ അടുത്ത സിനിമയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും ജിജ്ഞാസയോടെ നോക്കിയിരിക്കുന്ന ആൾ മമ്മൂക്ക തന്നെയായിരിക്കും. അതെ, അതും. പക്ഷെ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. എന്നോട് പുള്ളി പറഞ്ഞു, ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ എനിക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞു. അത് വലിയൊരു ഭയങ്കര കോംപ്ലിമെന്റാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ശേഷം അങ്ങനെ എല്ലാത്തിനും ഉണ്ടാവും, ഞാൻ ഒക്കെ നന്നാവും അങ്ങനെ പറയുന്ന ഒരു ഗുരുതുല്യ. പിന്നെ ആ സംഭാഷണ രചനയുടെ റിഥം വളരെ എളുപ്പം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരാളും മമ്മൂക്കയാണെന്ന് അതും അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ MTയുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ആൾ ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കണം, ആണ്. അപ്പോൾ അത്രത്തോളം എനിക്ക് ഈ സംഭാഷണ രീതിയും അദ്ദേഹത്തിൻ്റെ രചനാശൈലിയോടും അദ്ദേഹത്തിൻ്റെ പാത്രസൃഷ്ടിയോടും ഒക്കെയുള്ള ഒരു അടുപ്പവും പരിചയവും ഉള്ളതുകൊണ്ടായിരിക്കണം ഇങ്ങനെ തോന്നുന്നത്. ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ MT വാസുദേവൻ സിനിമ എഴുതുമെങ്കിലും അത് മറ്റാരും അറിയുന്നതിന് മുമ്പ് അപഹരിച്ചെടുക്കാനുള്ള ശ്രമവും നമുക്ക് നടത്തുമെന്ന് എനിക്കറിയാം. ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നത്,